ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീക്കിൽ ഗേറ്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലുള്ള അനലോഗ് സർക്യൂട്ട്സിലുള്ള MCQ 7th പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. First one, an enhancement type NMOS transistor with V1 is equal to 0.7 volt and source terminal grounded and the 1.5 voltage applied to the gate. Okay, അപ്പോൾ നമുക്കൊരു enhancement type NMOS transistor ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. V1 നമുക്ക് 0.7 voltage ആണ്. സോഴ്സ് ടെർമിനൽ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗേറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണ്? 1.5 വോൾട്ടേജ് ആണ്. ഏത് റീജിയനിലായിരിക്കും, അതായത് VD is equal to 0.5 ആണെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ ഏത് റീജിയനിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്? VD 0.5 വോൾട്ടേജ് കിട്ടണമെങ്കിൽ, അതായത് ഡ്രെയിൻ വോൾട്ടേജ് 0.5 വോൾട്ടേജ് കിട്ടണമെങ്കിൽ നമുക്ക് താഴെ തന്നിരിക്കുന്നത് ഏത് റീജിയനിൽ വർക്ക് ചെയ്തതിലായിരിക്കും നമുക്ക് കിട്ടുന്നതെന്നാണ്. ഓക്കെ, ഏതൊക്കെ റീജിയനാണ് നമുക്ക് തന്നിരിക്കുന്നത്? കട്ട് ഓഫ് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ, ട്രയോഡ് റീജിയൻ, നൺ ഓഫ് ദി അബോവ്. സോ ഓപ്ഷൻ സി, ട്രയോഡ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്താലായിരിക്കും നമുക്ക് ഡ്രെയിൻ വോൾട്ടേജ് 0.5 വോൾട്ടേജ് ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു NMOS ട്രാൻസിസ്റ്റർ ആണെങ്കിൽ VGS ഷുഡ് ഗ്രേറ്റർ ദാൻ VT ആൻഡ് VDS എന്ന് പറയുന്നത് ലെസ് ദാൻ VGS മൈനസ് VT. അപ്പൊ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്കത് ട്രയോഡ് റീജിയൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ VGS ഗ്രേറ്റർ ദാൻ VT, ത്രെഷോൾഡ് വോൾട്ടേജിനേക്കാൾ ഗ്രേറ്റർ ദാൻ ആയിരിക്കണം ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്. അതേപോലെ തന്നെ ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു VGS മൈനസ് VT ആണെങ്കിൽ നമുക്ക് ആ ഡിവൈസ് സാച്ചുറേഷൻ റീജിയനിലാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏത് റീജിയനിലാണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ത്രെഷോൾഡ് വോൾട്ടേജ് 0.7 വോൾട്ടേജ് ആണ്. സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടില്ല. ദെൻ VG 1.5 ആണ്. VD എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പൊ VGS is equal to എങ്ങനെ വരണം? VGS minus VS ആണ്. സോ 1.5 minus 0 that is equal to 1.5 ആണ്. അപ്പൊ VDS നമുക്ക് എങ്ങനെയായിരിക്കണം? VDS minus VS ആയിരിക്കണം. That is 0.5 minus 0 എന്ന് പറയുന്നത് 0.5 ആണ് അല്ലെ. അപ്പൊ നമുക്ക് VDS എന്ന് പറയുന്നത് 0.5 ആണ്, VGS ഗ്രേറ്റർ ദാനും ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ വരുന്നത് VDS ലെസ് ദാൻ VGS മൈനസ് VT ആണ് വരുന്നത്. സോ 0.5 ലെസ് ദാൻ 1.5 ആണ്. അപ്പൊ ഈ ഒരു ട്രയോഡ് റീജിയനിലുള്ള കണ്ടീഷൻ ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് VDS 0.5 ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ the device should operate in the triode region. Okay, ട്രയോഡ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് VD എന്ന് പറയുന്നത് 0.5 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, the voltage across a 500 ohm input circuit of an amplifier is 6 voltage and the output is 30 voltage across 500 ohm load. What is the dB of the gain of the amplifier? അപ്പൊ നമുക്കൊരു 500 ohm റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 6ഉം ഔട്ട്പുട്ട് നമുക്ക് 30 വോൾട്ടേജും കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഗെയിൻ, dBയിലുള്ള ഗെയിൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 13.98 dB ആണ് ആൻസർ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം നോക്കാം. അപ്പോൾ ഒരു ആംപ്ലിഫയറിന്റെ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? V0/Vn, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അപ്പൊ നമുക്ക് ഗെയിൻ dBയിലാണ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 20 log ഗെയിൻ എടുക്കണം. V0 എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജും V എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് വോൾട്ടേജും ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് V0 30 ആണ്, V എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ ഗെയിൻ is equal to 30/6 ആണ്. That is equal to 5 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 20 log എടുക്കണം. That is ഗെയിൻ dBയിൽ എടുക്കണമെങ്കിൽ 20 log 5 that is equal to 13.98 dB ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, a constant current source using two matched NPN transistor with beta is equal to 100 and VB is equal to 0.6 voltage is shown in. Calculate IOUT. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഔട്ട്പുട്ട് കറന്റ് ആണ്. VBE തന്നിട്ടുണ്ട് അല്ലെ, ബേസ് ടു വോൾട്ടേജ്, ബേസ് ടു എമിറ്റർ വോൾട്ടേജ് നമുക്ക് 6.6 തന്നിട്ടുണ്ട്. ഒരു 6 kilo ohm റെസിസ്റ്റർ തന്നിട്ടുണ്ട്. VCC എന്ന് പറയുന്നത് 12 വോൾട്ട് ആണ്. ബീറ്റയുടെ വാല്യൂ നമുക്ക് 100 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 1.86 മില്ലി ആംപിയർ ആണ്. ഔട്ട്പുട്ട് കറന്റ് എത്രയാണ് കിട്ടുന്നത്? 1.86 മില്ലി ആംപിയർ. സോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ആദ്യം റെഫറൻസ് കറന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ I റെഫറൻസ് ഈക്വൽ ടു VCC മൈനസ് VBE ബൈ R ആണ്. VCC 12 ആണ്, VBE എന്ന് പറയുന്നത് 0.6 ആണ്, R എന്ന് പറയുന്നത് 6 kilo ohm ആണ്. അപ്പൊ 12 മൈനസ് 0.6/6k is equal to 11.4/6k. that is equal to 1.9 മില്ലി ആംപിയർ ആണ് കിട്ടുന്നത്. അപ്പൊ IREF is equal to 1.9 മില്ലി ആംപിയർ കിട്ടിയിട്ടുണ്ട്. Then we have to calculate the IOUT by using the equation beta by beta plus 2 IREF ആണ്. അപ്പൊ ബീറ്റ നമുക്ക് 100 ആണ് തന്നിട്ടുണ്ട്. So 100 by 102 that is 100 plus 2 into 1.9 മില്ലി ആംപിയർ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.86 മില്ലി ആംപിയർ ആണ്. അപ്പൊ ഔട്ട്പുട്ട് കറന്റ് എത്രയാണ് കിട്ടുന്നത്? 1.86 മില്ലി ആംപിയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, in the low pass filter shown in the figure for a cutoff frequency of 5 kHz
Then the value of R2. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു R2 ന്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫ്രീക്വൻസി നമുക്ക് തന്നിരിക്കുന്നത് 5 kHz ആണ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് R1 എന്ന് പറയുന്നത് 1 kilo ohm ആണ്. ഈ ഒരു കപ്പാസിറ്ററിന്റെ വാല്യൂ 10 nanofarad ആണ്. ഓക്കേ. സോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 3.10 kilo ohm ആണ്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണേ നോക്കാം. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ അറിയാം 1/2 pi R2C ആണ് അല്ലേ. അപ്പോൾ R2 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് R that is equal to 1/2 pi FC into C ആണ്. അപ്പോൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 divided by 2 into pi into FC എന്ന് പറയുന്നത് 5 kHz ആണ് into C എന്ന് പറയുന്നത് 10 nanofarad ആണ്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ് 3.10 kilogram ആണ്. സോറി കിലോ ഓം ആണ്. ഓക്കേ. സോ നമുക്ക് ആ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ നമുക്ക് ഇക്വേഷൻ എന്തായാലും ഓർമ്മ വേണം. എന്നാലും മാത്രമേ നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒമേഗ സി ഈസ് ഈക്വൽ ടു 1/R2C. അപ്പോൾ 1/FC അല്ലേ. അപ്പോൾ ഒമേഗ സി ഈസ് ഈക്വൽ ടു 1/R2C എന്നുള്ളൊരു ഇക്വേഷനും കൂടി ഉണ്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗിവൺ സർക്യൂട്ട് തന്നിട്ടുണ്ട്. അതിന്റെ എന്തായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. അതായത് ഇൻപുട്ട് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മൾ 3 സോഴ്സിൽ നിന്നാണ് ഇൻപുട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തിരിക്കുന്നത്. VA, VB, VC എന്നുള്ള രീതിയിൽ 1 വോൾട്ട് 2 വോൾട്ട് 3 വോൾട്ട് സെയിം റെസിസ്റ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. RL ലോഡ് നമുക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 7V ആണ് വരുന്നത്. 7 വോൾട്ടേജ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് VA, VB, VC അപ്പോൾ ഇതിനെല്ലാം കൂടി നമ്മൾ ഒറ്റ സോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ V minus VA by R plus V minus VB by R plus V minus VC by R is equal to 0 ആണ്. അപ്പോൾ V minus VA എന്ന് പറഞ്ഞാൽ 1 ആണ്, ഇവിടെ 2 ആണ്, 3 ആണ്. അപ്പോൾ അത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 3V is equal to 6 എന്ന് കിട്ടും. അപ്പോൾ V is equal to എത്രയാണ് ഇൻപുട്ട് ആയിട്ട് നമുക്ക് വരുന്ന വോൾട്ടേജ് 2 ആണ്. അപ്പോൾ നമുക്ക് ഇതൊരു ഇൻവെർട്ടിംഗ് അതായത് ഒരു വിർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ഈ 2 വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ KCL അപ്ലൈ ചെയ്യണം ഒരു ഇൻവെർട്ടിംഗ് ടെർമിനൽ. എന്ത് വരും? V/2 plus V minus V0 by 5 is equal to 0. കാരണം 2 വരുന്നത് റെസിസ്റ്ററിന്റെ വാല്യൂസ് ആണ്, 5 റെസിസ്റ്റർ ആണ്. സോ നമുക്ക് V എന്ന് പറയുന്നത് 2 ആണെന്ന് നമ്മളിപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. V is equal to 2 എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2/2 plus 2 minus V0 by 5 equal to 0 ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ 2 minus V0 that is equal to -5. സോ V0 is equal to എത്രയാണ് വരുന്നത്? 7 വോൾട്ട് ആണ് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീക്കിൽ 7th MCQ സെറ്റ് ഓഫ് അനലോഗ് സർക്യൂട്ട്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ. താങ്ക് യു.